നീ പോയി നല്ല ചുക്ക് കാപ്പി ഇട്ട് കൊടുക്ക്. പനിയും ചുമയൊക്കെ പമ്പ കിടന്നോളും. രാവിലെ ആവുമ്പോ എല്ലാം മാറിക്കിട്ടും. എന്താടി പറഞ്ഞു കേട്ടില്ലേ? എനിക്കൊരു പനിയോ മുട്ടുവേദനയോ വന്നാൽ തിരിഞ്ഞു നോക്കാത്ത ആളാ. മരുന്ന് കണ്ടുപിടിക്കാൻ നടക്കുന്നു. ചേച്ചി ദാ കുടിക്ക് കുടിക്ക് കുടിക്ക്. ചേച്ചിയുടെ പനി പോവാനല്ലേ? കുടിക്ക്. ഇതൂടെ ഇതൂടെ. എന്നാ ചേച്ചി കിടന്നു. എന്നതാടി ദിവാസ്വപ്നം കാണുകയാണോ? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. കെട്ടുകഴിഞ്ഞ അവനും അവളും കൂടി തറവാട്ടിൽ തന്നെ താമസിക്കണമെന്നായിരുന്നു അന്ന് അങ്ങേര് പറഞ്ഞത്. എന്നിട്ടിപ്പോ എന്നാത്തിനാ മോളെ അവന്റെ കൂടെ പുറത്തേക്ക് വിട്ടത്? അതാ എനിക്ക് പിടികിട്ടാത്തത്. അതിനിപ്പോ നീ എന്നതിനാടി ഇങ്ങനെ തലമുണ്ടാക്കുന്നത്? സാധാരണ ആ മക്കള് കെട്ടുകളെയും കൊണ്ട് സ്വന്തം വീട്ടിൽ പൊറുക്കാൻ വരുന്നത് തള്ളമാർക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇതിപ്പോ നിന്റെ പറച്ചില് കേട്ടാ അവരിവിടെ താമസിക്കാൻ വന്നത് നിനക്ക് പിടിച്ചില്ലാന്ന് തോന്നുന്നല്ലോ. അതല്ല മനുഷ്യ ഞാൻ പറഞ്ഞത്. സ്വന്തം വീട്ടുകാരെ ഇട്ടേച്ച് ഇവിടെ വന്ന് താമസിക്കാൻ അവള് താല്പര്യം എടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. വലിയ പച്ചപ്പരിഷ്കാരിയല്ലേ. നമ്മള് പാവത്തുങ്ങളുടെ വീടും പരിസരവും ഒന്നും അവക്ക് പിടിക്കത്തില്ലല്ലോ. എന്നിട്ടും അവൾ അതിന് തയ്യാറായെങ്കിൽ അവിടെ അവൻ കാര്യമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നതാ. അതാ പെങ്കൊച്ചിന്റെ മുഖം കണ്ടാൽ അറിയാം. മാതാമയ്ക്കൊന്നും കണ്ണിന് പിടിക്കത്തില്ലല്ലോ. എടി റാഹേലേ, കുരയ്ക്കുകയും വാലാട്ടുകയും കൂടെ ഒന്നിച്ച് ചെയ്യരുത്. ഒന്നുകിൽ അവളുടെ ഗുണം പറ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തു. ദേ, അവര് തമ്മിലുള്ള പ്രശ്നങ്ങള് അടിച്ചോ പറഞ്ഞോ അവര് തമ്മിൽ തീർത്തോളും. നമ്മളായിട്ട് അതിൽ വെറുതെ കമ്പിട്ടിളക്കാൻ നിക്കല്ലേ. ഏയ് ഇല്ലില്ല, തൽക്കാലം ഞാനത് ഡ്രോപ്പ് ചെയ്തിരിക്കാൻ മുരളി. ആ വേക്കൻസി നീ വേറെ ആർക്കെങ്കിലും കൊടുത്തോ? ശരി, ഞാൻ പിന്നെ വിളിക്കാം. എടാ അജോ, ഞാൻ ചോദിക്കുന്നോണ്ട് മോനൊന്നും തോന്നരുത്. ഞങ്ങളുടെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാ. അമ്മച്ചി കാര്യം പറ. അവിടെ എന്നതേലും പ്രശ്നം ഉണ്ടായിട്ടാണോടാ നീ അവളെയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്? ഉള്ളത് പറ മോനെ. ഇല്ല, അവിടെ പ്രശ്നമൊന്നുമില്ല. നീ എന്നതിനടി കുത്തിയും കിടിയും ചോദിക്കുന്നേ? അവിടെ എന്തോന്ന് പ്രശ്നം ഉണ്ടാകാനാ? അവരൊക്കെ നമ്മളെക്കാൾ നല്ല നിലയിൽ ജീവിക്കുന്നവരല്ലേടാ. അപ്പോ നമ്മുടെ ഈ സാഹചര്യമായിട്ട് ഇണങ്ങി വരാൻ അല്പസമയമെടുക്കും. നീ അവളോട് സ്നേഹത്തിലും തഞ്ചത്തിലും ഒക്കെ നിന്ന നമ്മുടെ കൂട്ടത്തിൽ ഒരാളാകാൻ അവക്ക് അധിക സമയം വേണ്ടി വരില്ല. അവള് മിടുക്കിയ. അത് നേരാ അപ്പച്ച, അവള് മിടുക്കിയ. പിന്നെ നിങ്ങൾ കരുതുന്ന പോലെ അവൾക്ക് വിഷമോ സങ്കടമൊന്നും ഇല്ല കേട്ടോ. നാട്ടുകാരെ ബോധിപ്പിക്കാൻ അവളുടെ കഴുത്തിൽ ഒരു മിന്ന് വേണമെന്നേ അവൾക്കും അവളുടെ വീട്ടുകാർക്കും ഉണ്ടായിരുന്നുള്ളൂ. അത് ഭംഗിയായിട്ട് നടന്നു. ഇനിയിപ്പോ എവിടെ എങ്ങനെ ജീവിച്ചാലും അത് അവർക്കൊരു പ്രശ്നമേ അല്ല. അതെന്നാ പറച്ചിലാടാ മോനെ? അങ്ങനെ എങ്ങനെയും ജീവിക്കാനാണോ നിങ്ങളുടെ പ്ലാൻ? അപ്പച്ചൻ പറഞ്ഞതുപോലെ നീ അങ്ങനെ അകന്നു മാറി നടക്കുന്നതാ അവളുടെ യഥാർത്ഥ പ്രശ്നം. കുറച്ചുകൂടി സ്നേഹമായിട്ട് നീ അവളോട് പെരുമാറുമ്പോ അവളുടെ ഈ ജാടയും പോരും ഒക്കെ അങ്ങ് മാറുവടാ. വീട്ടുകാരെല്ലാം കൂടി ലാളിച്ചും കൊഞ്ചിച്ചും ഒക്കെ വളർത്തിയതല്ലേ, അതിന്റെ ഈ പിടിവാശിയൊക്കെ.
നമ്മള് വീട്ടുകാര് കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തുന്ന ഒരു പെണ്ണ് ഇവിടെ ഉണ്ടല്ലോ അമ്മച്ചി. അവള് നാളെ കാലത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചാ നമുക്ക് സഹിക്കോ? ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒക്കെ ഞാൻ അനുഭവിക്കണം. ചെയ്തു പോയ പാപത്തിനൊക്കെ പിഴയൊടുക്കണ്ടേ? വേണം. ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് കോടീശ്വരനായതല്ലേ, അനുഭവിക്കണം. ഇതൊന്നും ഒരിക്കലും ശരിയാവരുത്. ഇങ്ങനെ നീറി നീറി പുകഞ്ഞു കിടക്കണം. അത്രയ്ക്ക് പാപിയാ ഞാൻ. എല്ലാരും കൂടി എന്നെ അങ്ങനെ ആക്കി. ഇപ്പോഴും നീ ഇതൊക്കെ മനസ്സിലിട്ട് നീറ്റ് തന്നോ? എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ചിലതൊക്കെ നടന്നിരിക്കും. അതൊക്കെ ഒരു കളിതമാശയായിട്ടങ്ങ് മറന്നേക്കണം. വേണ്ട അമ്മച്ചി, കൂടുതൽ ഉപദേശിച്ച് എന്നെ നന്നാക്കാൻ ശ്രമിക്കണ്ട. ജീവിതം പറഞ്ഞു തരാൻ എല്ലാവർക്കും എളുപ്പോ, പക്ഷെ ജീവിച്ച് കാണിക്കാനോ പാട്. അമ്മച്ചി ഇപ്പൊ പറഞ്ഞല്ലോ എല്ലാം മറന്നു കളയണമെന്ന്. സ്വന്തം മനസാക്ഷിയോട് നീതികേട് കാണിക്കാതിരിക്കാൻ ഒരു ദിവസം ഞാൻ നിങ്ങളെല്ലാവരെയും മറന്നപ്പോഴേക്കും അമ്മച്ചി എന്റെ വയ്യാത്ത പെങ്ങളെയും കൂട്ടി മണ്ണെണ്ണ കന്നാസ് എടുത്തല്ലോ. അതെന്തിനായിരുന്നു? എന്നെ അങ്ങ് മറന്നു കളയാമായിരുന്നില്ലേ? പറ്റിയോ അമ്മച്ചിക്ക്? അതുപോലെ അമ്മച്ചി എല്ലാവരുടെയും കാര്യം. നേടാൻ ആഗ്രഹിച്ചതൊക്കെ മറക്കണമെങ്കിൽ മരിച്ചു പോണം, അല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും തന്നെ എന്നെ അനുഗ്രഹിക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം ഞാനിപ്പോ. മോളെ, അനിമോളെ, എന്താ നിനക്ക് പറ്റിയത്? വന്നപ്പോ പോലെ ഞാൻ ശ്രദ്ധിക്കുവാ. എന്തിനെങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നേ? ഒന്നുമില്ല ഇജായ. അല്ല, എന്തോ ഉണ്ട്. എന്തിനാ നീ ഇങ്ങനെ ഒളിക്കുന്നത്? കാര്യം എന്താന്ന് പറയുന്നുണ്ടോ? അത് എന്നോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നത് സൈനീച്ചിക്ക് അത്ര ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കൊള്ളാം. അപ്പൊ നീയും എന്റെ ഭാര്യയ്ക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങി. നന്നായി, നന്നായി മോളെ. ഇജായ, എന്നോട് ദേഷ്യം തോന്നണ്ട. നമ്മുടെ സ്നേഹവും അടുപ്പവും ഒക്കെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക്. പിന്നെന്തിനാ വിഷമിക്കുന്നത്? എന്റെ ഇജായം സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടാ മതി എനിക്ക്. സന്തോഷം അങ്ങനെയൊന്നും ഉണ്ടാവോ മോളെ ഇനി എന്റെ ജീവിതത്തില്? ആഗ്രഹിക്കാം, അങ്ങനെ അഭിനയിക്കാം. അല്ലാതെ മനസ്സ് നിറഞ്ഞെന്ന് ചിരിക്കാൻ പോലും ഇനി എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. കഴിയണം. മനഃപൂർവ്വമാണെങ്കിലും അതിനുവേണ്ടി ഇച്ഛായം ശ്രമിക്കണം. ഇച്ഛായൻ നേരത്തെ അമ്മച്ചിയോട് പറയുന്നത് ഞാൻ കേട്ടു. സ്നേഹിച്ച പെണ്ണിനെ മറക്കണമെന്ന് പറയുകയല്ല. അതിന് ഇച്ഛായന് കഴിയില്ലെന്നും എനിക്കറിയാം. ആ ഇഷ്ടം മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. ആ കുട്ടിക്ക് വേണ്ടി ഇച്ഛായനാൽ കഴിവത് ശ്രമിച്ചില്ലേ? എന്നിട്ടും അത് നടക്കാതെ പോയത് അതിനെ സ്വന്തമാക്കാൻ ഇച്ഛായന് വിധിയില്ലാഞ്ഞിട്ടാ. ഇച്ഛായനെ പോലുള്ള ഒരാളെ ഉപദേശിക്കാനൊന്നും എനിക്കറിയില്ല. എന്നാലും പറയാ, ഇനി ആ കുട്ടിക്ക് വേണ്ടി ഇച്ഛായന് ചെയ്യാൻ കഴിയുന്നത് അതിന്റെ നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുമെന്ന് മാത്രം. ആ ഇഷ്ടം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് സ്വന്തം ഭാര്യ അംഗീകരിക്കുക. അപ്പൊ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവും. എത്ര ഭംഗിയായിട്ടാ നീ സംസാരിക്കുന്നേ. പ്രാഞ്ചേച്ചന്റെ എല്ലാ ഗുണങ്ങളും നിനക്ക് കിട്ടിയിട്ടുണ്ട്. ഇച്ഛായൻ എന്നെ കളിയാക്കുകയാണോ? ഏയ് അല്ല മോളെ, ഇച്ഛാന് നിന്നോട് ബഹുമാനം തോന്നിപ്പോവാ. നിന്റെ മുന്നില് ഞാൻ ചെറുതായി പോയ പോലെ. ആരുടെ മുമ്പിലും എന്റെ ഇച്ഛായൻ ചെറുതാവാതിരിക്കാൻ വേണ്ടിയാ ഞാനീ പറഞ്ഞത്. സ്നേഹിക്കാൻ ശ്രമിക്കുന്നിടത്ത് നിന്ന് സ്നേഹം ഉണ്ടാവും. നീ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
പക്ഷേ അതിന് ശ്രമിക്കുമ്പോഴൊക്കെ ഇച്ചായന്റെ മനസ്സിൽ തെളിയുന്നത് വേറൊരു മുഖമാ. നീ കരുതും പോലെ അത് ഗായത്രിയുടെ അല്ല, അവളുടെ വയറ്റിൽ വളരുന്ന എന്റെ കുഞ്ഞിന്റെ. നിന്റെ മുന്നിൽ നീ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഇല്ലേ, എന്റെ കുഞ്ഞുനാളത്തെ അതേ മുഖമാ എന്റെ കുഞ്ഞിന്. ഇച്ചായ, റാണി ചേച്ചി ഒരു കാര്യം ചെയ്യും. ഏതായാലും നാളെ ഉച്ചയ്ക്ക് മുന്നേ ഒരു അപ്പോയിന്റ്മെന്റ് അങ്ങ് ഫിക്സ് ചെയ്തോ. പറ്റിയാൽ നാളെ തന്നെ വരാം. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഏയ്, അതൊന്നും കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ശരി, സംഗതി നടന്ന എന്നെ ഒന്ന് വിളിച്ചേക്കണേ. ഓക്കെ ചേച്ചി, താങ്ക് യു, ഗുഡ് നൈറ്റ്. ഇയാൾ ഉറങ്ങിയില്ലായിരുന്നു ഇതുവരെ? ആ, കാത്തിരുന്നിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. എന്നാ പിന്നെ കിടക്കാന്ന് വെച്ചതാ. ഇവിടുത്തെ ഈ അന്തരീക്ഷമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരണ്ടേ മാഷേ. അല്ല, അലൻ ഇതൊക്കെ ഒരു വിഷയമല്ലാന്ന് എനിക്കറിയാം. കിടന്നോളൂ. എന്റെ അസൗകര്യത്തെ കുറിച്ച് ഓർത്തൊന്നും അലൻ ബോധേടാവണ്ട. സൈന, പരസ്പരം ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും എന്തിനാ ഇങ്ങനെ ഭാരം ചുമക്കുന്നേ? നമുക്ക് ഒഴിവാക്കിക്കൂടെ ഇത്? ഓ, അങ്ങനെ. എന്റെ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ ഒക്കെ കണ്ണിൽ നമ്മളിപ്പോഴും നമ്മുടെ മധുവിധ ദിവസങ്ങളില്ല. ഭർത്താവേ, അതിനിടയിൽ തന്നെ വേണോ ഇങ്ങനൊരു ചോദ്യം? തൽക്കാലം അവരെ ഞെട്ടിക്കണ്ട നമുക്ക്. അല്ല, ഒരിക്കലും പൊരുത്തപ്പെടില്ല എന്ന് നമ്മളങ്ങ് ഉറപ്പിച്ചോ? പക്ഷേ ഞാനിപ്പോഴും പ്രതീക്ഷ കൈവിടാൻ തീരുമാനിച്ചിട്ടില്ല. അലന്റെ പ്രോബ്ലം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. സാരമില്ല, അതിനുള്ള പ്രതിവിധി ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കൂടുതലൊന്നും ചിന്തിച്ച് കൺഫ്യൂഷൻ ആക്കാൻ നിൽക്കണ്ട. അലൻ സാർ ഇപ്പൊ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. സൈന, നമ്മളെന്താ ഇവിടെ? കാര്യമുണ്ട്. അലൻ വാ, നമുക്കൊരാളെ കാണാനുണ്ട്. വാ, വന്നേ. നിക്ക് സൈന, നമ്മളിവിടെ ആരെ കാണാനെന്നാ ചോദിച്ചത്? ഇങ്ങനെ ധൃതിപ്പെടല്ലേ അലൻ. ഒക്കെ അലന് വഴിയെ മനസ്സിലാവും. വാ. സി മിസ്റ്റർ അലൻ, ഒരു പ്രീമാരിറ്റൽ അഫയർ ഇല്ലാത്തവരായി ലോകത്ത് ഒരു പുരുഷന്മാരും ഉണ്ടാവില്ല. സ്ത്രീകളുടെ കാര്യവും ഏറെക്കുറെ അങ്ങനെ തന്നെ. പക്ഷേ വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ശതമാനം പേരും അതിൽ നിന്ന് മാനസികമായി മുക്തരാകാറുണ്ട്. അതിൽ വളരെ ചെറിയൊരു പേഴ്സന്റ് ആൾക്കാർ വിവാഹശേഷവും അതിന്റെ ഓർമ്മകൾ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ഫാമിലി ലൈഫിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരറിയാതെ തന്നെ ആ ഓർമ്മകൾ വാഷ് ഔട്ട് ആകാറുണ്ട്. പൂർണ്ണമായി എന്ന് ഞാൻ പറയുന്നില്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും അവരത് റീകളക്ട് ചെയ്യും. നിരാശയും വേദനയും ഒക്കെ തോന്നും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അതൊന്നും ഇതുപോലെ ചികിത്സ തേടേണ്ട വിഷയമേ അല്ല. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ചികിത്സ തേടേണ്ട ഒരു അവസ്ഥയിലാണ് ഞാനെന്ന് ഡോക്ടറോട് ആരാ പറഞ്ഞത്? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കൂൾ കൂൾ. ഞാൻ അലനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതൊന്നുമല്ല. പിന്നെ ഒരു കുഴപ്പവും ഫീൽ ചെയ്യാത്തത് അലന് മാത്രമാണ്. ഒരു ലൈഫ് പാർട്ട്ണർ എന്നുള്ള നിലയിൽ
അലന്റെ വൈഫ് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ടാണല്ലോ ഈ കുട്ടിക്കിപ്പോ അലനെയും കുട്ടി എന്റെ മുമ്പിൽ വരേണ്ടി വന്നത്. അല്ല, അതിൽ ഇത്ര സീരിയസ് ആവേണ്ട കാര്യമൊന്നുമില്ല. 100-ൽ 1-2 പേർക്ക് ഇത്തരം മെന്റൽ സെൽമ സംഭവിക്കാറുണ്ട്. നല്ലൊരു കൗൺസിലിംഗ് ഒപ്പം പ്രോപ്പർ മെഡിസിനും. തുടക്കത്തിൽ തന്നെ ഇത് രണ്ടും കൊണ്ട് ഈ അവസ്ഥ മറികടക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഡോക്ടർ പറഞ്ഞു വരുന്നത് ഞാനൊരു രോഗിയാണെന്നാണല്ലേ? ഇൻ എ സെൻസ്. പക്ഷെ ഇതത്ര സീരിയസ് സ്റ്റേജ് ഒന്നുമല്ല കേട്ടോ. യുനോ, ദാമ്പത്യ ജീവിതം എല്ലാ അർത്ഥത്തിലും സക്സസ്ഫുൾ ആവണമെങ്കിൽ പാർട്ട്നേഴ്സിന്റെ മനസ്സ് ഒരു വലിയ ഘടകമാണ്. ഇവിടെ ബെഡ്റൂമിൽ പോലും അലന് സ്വന്തം ഭാര്യയോട് ഡോക്ടർ പ്ലീസ് പ്ലീസ്, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. എന്റെ ബെഡ്റൂമിൽ സംഭവിക്കുന്നതിന്റെ ശേഷിപ്പ് തിരയാൻ അത് ആരാണെങ്കിലും എന്തിനു വേണ്ടിയാണെങ്കിലും മറ്റൊരാൾ ഒരുമ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ രണ്ടിലൊരാളെ ചികിത്സിച്ചേ പറ്റുമെന്ന് ഡോക്ടർക്ക് നിർബന്ധമുണ്ടെങ്കിൽ പറ്റിയൊരാള് ദാ മുന്നിൽ തന്നെ നിപ്പുണ്ട്. അല്ല മിസ്റ്റർ അലൻ, ഞാൻ പറഞ്ഞു നോ വരുന്നു. ഡോക്ടർ, ഐ ഡോണ്ട് വാണ്ട് എൻ എക്സ്പ്ലനേഷൻ. ഞാൻ പറഞ്ഞല്ലോ, ട്രീറ്റ്മെന്റ് വേണ്ടത് ഇവൾക്കാ. ഭർത്താവ് പോലും അറിയാതെ അയാളെ ഇവിടെ എത്തിച്ച ഇവളുടെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ഓവർ കോൺഫിഡൻസിനും. പറ്റുമെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കൂ ഡോക്ടർ. എന്നെ വിട്ടേക്കൂ. ആൻഡ് ഐ എം വെരി സോറി ഫോർ ക്രിയേറ്റിംഗ് സച്ച് എ സീൻ. സോറി ഡോക്ടർ. ഇറ്റ്സ് ഓക്കെ. ഗായത്രി, എന്താ ഇവിടെ? നീ നീ തനിച്ചാണോ വന്നത്? ഗായത്രി, ഇങ്ങോട്ട്. നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? എന്തിനാ വന്നത്? ഞങ്ങളെ ശല്യം ചെയ്ത് മതിയായില്ലേ നിങ്ങൾക്ക്? ഗൗരി, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. നിങ്ങൾ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാ. നിങ്ങള് എന്റെ ചേച്ചിയോട് സെന്റിമെന്റ്സ് കാണിക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങളോട് സഹതാപം കാണിക്കാൻ ഇയാൾ ഞങ്ങളുടെ ആരാ? അച്ഛനും അമ്മയും ഇല്ലാത്ത 2 പാവം ജന്മങ്ങളാണ് സർ. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. ചെയ്തു തന്ന ഉപകാരങ്ങളൊക്കെ തന്നെ ധാരാളം. പ്ലീസ്, ആരുടെയെങ്കിലും ആട്ടും തുപ്പും കേട്ടിട്ടാണെങ്കിലും ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ. ഉപദ്രവിക്കരുത്. ഗൗരി, ഐ എം സോറി. ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല. വേണ്ട, ഒരു വിശദീകരണവും എനിക്ക് ആവശ്യമില്ല. സാർ ദയവ് ചെയ്തൊന്ന് പോണം. ഒന്ന് പോയി തരണം മിസ്റ്റർ. നീ ഭയങ്കര ഷോ ഓഫ് ആയിരുന്നല്ലോ. ഇത്രയ്ക്ക് അങ്ങോട്ട് തിളച്ചു തുള്ളാൻ വേണ്ടി ഇവിടെ എന്താ ഉണ്ടായത്? നിങ്ങളുടെ ഭർത്താവിനെ മര്യാദയ്ക്ക് നിർത്തണം, അല്ലെങ്കിൽ ഇതുപോലെ പലതും ഉണ്ടായെന്നിരിക്കും. അത് കൊള്ളാം. ഇപ്പൊ വാദി പ്രതിയായോ? എന്റെ ഭർത്താവ് പോകുന്നിടത്തൊക്കെ മണത്തറിഞ്ഞു. നീ നിന്റെ പിരിയിളകിയ ചേച്ചിയും കൂട്ടി വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ കുറ്റം ഞങ്ങൾക്കായോ? അനാവശ്യം പറയരുത്. പറഞ്ഞ നീ എന്നെ അയ്യോടി പറയടി. ഏയ്, നീ മാറ്. ഇതിൽ നീ ഇടപെടണ്ട. ഇതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. നീ വെറുതെ ഒരു സീൻ ഉണ്ടാക്കാൻ നിക്കല്ലേ. സീൻ ഉണ്ടാക്കുന്നത് ഇവളല്ലേ, ഈ വൃത്തികെട്ടവള്. നോക്ക്, ചേച്ചിക്ക് പിരിയിളകിയതാണെങ്കിലേ വീട്ടിൽ ചങ്ങലക്കിടണം. അല്ലാതെ കണ്ടവന്റെ തോളെ തൂങ്ങാൻ ഇങ്ങനെ അഴിച്ചുവിടുകയല്ല വേണ്ടത്. നിന്നോട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്? പറയട്ടെ സർ, പറഞ്ഞു ജയിക്കട്ടെ അവര്. നാണം കെടുത്തി മതിയായെങ്കിൽ ഭാര്യയും കൂട്ടി ഒന്ന് പോയി തരുമോ? ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നോക്ക്, ഇനി ഒരിക്കൽ കൂടി നിന്റെ ചേച്ചിയെ വെച്ച് എന്റെ ഭർത്താവിനെ ബലവീശി പിടിക്കാൻ വന്നാലുണ്ടല്ലോ, നീയും നിന്റെ ചേച്ചിയും പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. ഇത് പറയുന്നത് സൈനയാ, ശരിക്കും ഓർത്തോളണം. ചേച്ചി, വാ, ഇവിടെ ഇരിക്കാം.
രാവിലെ പോയതാണല്ലോ രണ്ടാളും കൂടി. നേരെ ഇത്രയായിട്ടും കണ്ടില്ലല്ലോ. ആ അതിന് നേരം അത്രയ്ക്കൊന്നും ആയില്ലല്ലോടി. എന്നാലും ഉച്ചയൂടിന് മുമ്പ് ഇങ്ങ് എത്തണ്ടല്ലേ? നീ എന്നാത്തിനടി ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടുന്നേ? അവരെപ്പോഴെങ്കിലും വരട്ടെ എന്ന്. ആ ചിലപ്പോ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടാവും. ഇവിടത്തെ വൈപ്പും പടപ്പും ഒന്നും അവക്ക് മനസ്സിന് പിടിക്കുന്നില്ലായിരിക്കും. ഓ പിന്നെ മനസ്സിൽ പിടിക്കാതിരിക്കാൻ അവള് മാനത്തുനിന്ന് പൊട്ടി വീണൊന്നും അല്ലല്ലോ. മനുഷ്യന്മാര് തിന്നുന്ന തന്നെയാ ഇവിടെയും. ഇതതൊന്നും അല്ലെന്നേ. അവൾ ഇത്തിരി പുതുമയും പുന്നാരും ഒക്കെ കാണിച്ചോട്ടെ. എന്നതാണേലും അവന്റെ കൂടെ ഇവിടെ താമസിക്കാൻ അവള് തയ്യാറായില്ലേ? ആ അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ? അപ്പോ കുറച്ചൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒന്ന് കണ്ണടച്ചേക്കണം. നമ്മള് വിട്ടുവീഴ്ച ചെയ്യാഞ്ഞിട്ടാണോ? ദേ അവളുടെ മുമ്പിലേ ഉടയോനും കുടിയാനും പോലല്ലേ നമ്മൾ കഴിയുന്നത്. കൂടുതൽ അങ്ങ് വളഞ്ഞു കൊടുക്കുന്നതിന്റെ പെണ്ണ് തൊലയൊക്കറാൻ വരുന്നത്. പിന്നെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് വിട്ടുകളയുന്നതേ നമ്മുടെ ചെറുക്കനൊരു കന്നന്തിരിവ് കാണിച്ചതുകൊണ്ടാ. അങ്ങനെ ഒരു കുഴപ്പം അവന്റെ ഭാഗത്തുനിന്ന് വന്നില്ലായിരുന്നെങ്കിലേ അവളിവിടെ പഞ്ചപൂച്ച അടക്കി നിന്നേനെ. കാള എന്റെ റാഹേലേ, എന്നതിനാ പല്ലടം കുത്തി മണപ്പിക്കാൻ നിൽക്കുന്നേ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ? BP ഒന്ന് ചെക്ക് ചെയ്തു. ശരി ഡോക്ടർ. കാര്യങ്ങൾ അല്പം കോംപ്ലിക്കേറ്റഡ് ആണല്ലോ ഗൗരി. കുഞ്ഞിന്റെ പൊസിഷൻ അത്ര കറക്റ്റ് അല്ല. പിന്നെ വേറെയും പ്രോബ്ലംസ് ഉണ്ട്. പ്രോപ്പർ കെയർ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളാ ഇതൊക്കെ. എന്താ ഇപ്പൊ താമസിക്കുന്നിടത്ത് ചേച്ചിയെ പരിചരിക്കാൻ വേണ്ടത്ര സൗകര്യങ്ങളില്ലേ? അത്യാവശ്യം കുഴപ്പമില്ല ഡോക്ടർ. എന്നാ ഇനി അത് പോരാ. പോഷകാഹാരത്തിന്റെ നല്ല കുറവുണ്ട് ചേച്ചിക്ക്. അത് കുട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കും. അത് ഞാൻ പറയാതെ അറിയാലോ. ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. അങ്ങനെ വെറുതെ പറഞ്ഞ പോരാ. ശരിക്കും കെയർ വേണ്ട സമയം ഇനി അങ്ങോട്ട്. നന്നായി കെയർ ചെയ്തില്ലെങ്കിൽ രണ്ടുപേരുടെയും ജീവന് വരെ അപകടം സംഭവിച്ചേക്കാം.